ശബരിമല നെയ്ക്രമക്കേടിൽ അന്യായമായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡംഗം അജികുമാറും പ്രവർത്തിച്ചതായി വിജിലൻസ് FIR. ഉയർന്ന തുകയ്ക്ക് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാൻ ഇരുവരും ചേർന്ന് അനുമതി നൽകിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കേസിൽ ജയിലിൽ കഴിയുന്ന പ്രശാന്തിനെയും അജികുമാറിനെയും അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ശബരിമല നെയ്ക്രമക്കേടിൽ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡംഗം അജികുമാർ എന്നിവർക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് വിജിലൻസ് FIRലുള്ളത്. പ്രതികൾക്കെതിരെ BNS പ്രകാരവും അഴിമതി നിരോധന നിയമപ്രകാരവുമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. പ്രശാന്തും അജികുമാറും അന്യായമായ ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചു. ഇരുവരും ചേർന്ന് ഉയർന്ന വിലയ്ക്ക് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാൻ അനുവാദം നൽകിയെന്നാണ് വിജിലൻസ് FIRലുള്ളത്. ക്രമക്കേടിലൂടെ ദേവസ്വം ബോർഡിന് 2.27 കോടിയുടെ നഷ്ടമുണ്ടാക്കിയെന്നും കോടതിയിൽ കൈമാറിയ FIRൽ സൂചിപ്പിക്കുന്നു. നെയ്യുടെ കരാറിനായി മിൽമയ്ക്ക് കരാർ നൽകിയത് പോലും ദേവസ്വം കമ്മീഷണറുടെ എതിർപ്പ് അവഗണിച്ചാണെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മിൽമയ്ക്ക് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കിയത് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലാതെയാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ കൊണ്ട് നെയ്യുടെ മതിയായ ഗുണനിലവാരം പരിശോധിച്ചില്ല. ഇതിനിടെ ഭക്തർ നൽകിയ നെയ്യും ഉപയോഗിച്ചു. മിൽമയിൽ നിന്നും വാങ്ങിയ നെയ്യ് ദുർവിനിയോഗം ചെയ്യപ്പെട്ടതായും സംശയമുണ്ട്. നടപടിക്രമങ്ങളെക്കുറിച്ച് മതിയായ രേഖകൾ സൂക്ഷിച്ചില്ലെന്നുമാണ് FIRൽ വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് 1-ാം പ്രതിയാണ്. ബോർഡ് മുൻ അംഗം അജികുമാർ 2-ഉം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ 3-ഉം പ്രതിയാക്കിയും കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജനം, തിരുവനന്തപുരം.